ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSA സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ 2016 കഴിഞ്ഞ 5 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 91 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി ഈ ചോദ്യമെല്ലാം കംപ്ലീറ്റ് ആകും. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 91. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ. ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്, 16%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 92. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ. ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക്. ആൻസർ ഓപ്ഷൻ ബി, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 93. മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത? മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത. ആൻസർ ഓപ്ഷൻ എ ആണ്, ശൈത്യകാലത്തെ വർഷപാതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 94. ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൽക്കരി. ഓപ്ഷൻ ഡി, കൽക്കരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95. സിലിക്കോൺ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം? സിലിക്കോൺ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, USA. USA ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന USA നോർത്തേൺ കാലിഫോർണിയയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 96. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വതനിരയിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാരക്കോറം. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8611 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ് ആണ് മൗണ്ട് കെ2. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 97. സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി, സിന്ധു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 98. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖലയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ. ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്, നീലഗിരിയാണ്. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖല. രണ്ടാമത് ഇത് നോട്ടിഫൈ ചെയ്തത് 1986. 1986 ഇത് നോട്ടിഫൈ ചെയ്തത്. രണ്ടാമതായി നോട്ടിഫൈ ചെയ്തത് 1988 നന്ദാദേവിയാണ്. നന്ദാദേവിയാണ് രണ്ടാമതായി നോട്ടിഫൈ ചെയ്തത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ് മേഖല ഏതെന്ന് ചോദിച്ചാൽ ഗൾഫ് ഓഫ് കച്ച്, അത് ഗുജറാത്തിലാണ്. അതുപോലെ ഏറ്റവും സ്മാളസ്റ്റ് ബയോസ്ഫിയർ റിസർവ് മേഖല ഏതെന്ന് ചോദിച്ചാൽ ഡീബ്രു സൈക്കോവ ആണ്, ഇൻ ആസാം. ആസാമിലാണിത്. അതുപോലെ തന്നെ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 18. മൊത്തം ടോട്ടൽ 18 ബയോസ്ഫിയർ ആണ് ഉള്ളത്, റിസർവ് മേഖലയാണ് ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 99. ഗോതമ്പ് പ്രധാനമായും ഏതുതരം വിളയാണ്? ഗോതമ്പ് പ്രധാനമായും ഏതുതരം വിളയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെ. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, റാബിയാണ്. റാബി എന്ന് പറയുന്നത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളവിറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാലമാണ് റാബി എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കട്ല. ഇത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വൺ ഓഫ് ദ മേജർ പോർട്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് സൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.